നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിൻ്റെ മരണവാർത്ത പുറത്തു വരുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് രണ്ടാനച്ഛനായ അഷ്കറിൻ്റെ മൊഴി മാത്രമാണ്. ആഹാരം കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുരുങ്ങിയതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ നേരിട്ടതെന്നാണ് രണ്ടാനച്ഛൻ ആ ഘട്ടത്തിൽ പറയുന്നത്. എന്നാൽ പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ മർദ്ദനത്തിനൊടുവിലാണ്, അതായത് ക്രൂരമായ മർദ്ദനം നേരിട്ട 1.5 വയസ്സുകാരൻ കൊലപാതകത്തിനിരയാവുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അതിനു പിന്നിൽ ആ കുഞ്ഞിൻ്റെ അമ്മയും രണ്ടാനച്ഛനായ അഷ്കറുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വിവരം പുറത്തു വരുമ്പോൾ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവുകളുണ്ടായിരുന്നു, ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് ഈ ജീവിച്ച കാലം അത്രയും യാതനയോടുകൂടിയാണ് ജീവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ അവളെ വിശ്വസിച്ചായിരുന്നു. ഇപ്പം 3 വയസ്സ് വരെയെങ്കിലും പാലൊടിക്കട്ടെന്ന് കരുതും. ആരോഗ്യമുള്ള മോനല്ലല്ലോ. അപ്പം അവളെ വിശ്വസിച്ചാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. മോൻ്റെ ശരീരത്ത് നഖത്തിൽ മാത്രമേ ഉള്ളൂ മുറിവില്ലാത്തത്. നീതി കിട്ടണതുവരെയും പോകും. ഇനി ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടെങ്കിലും ജീവൻ പോയാലും വേണ്ടൂല. ഇടയ്ക്കെപ്പോഴോ ഒരു യൂട്യൂബ് വ്ളോഗർ പകർത്തിയ ഒരു വീഡിയോ കൂടി പുറത്തു വരുന്നത്. ആ വീഡിയോയിൽ 2 കുഞ്ഞു കൈകളിൽ 2 പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടാണ് ആ കുട്ടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം ക്രൂരമായ മർദ്ദനം ഈ കുട്ടി നേരിട്ടിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. കുഞ്ഞവിടെ സേഫാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്ര ഇത് ക്രൂരമായിട്ട് അങ്ങനെ പിടിപ്പിക്കപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. രണ്ടാനച്ഛനായ അഷ്കറും ഒപ്പം അമ്മ അഖിലയുമാണ് അറസ്റ്റിലാകുന്നത്. കുട്ടിയുടെ അർഷിദിൻ്റെ പിതാവ് മുൻപ് തന്നെ ആത്മഹത്യ ചെയ്തതാണ്. നിലവിൽ എന്തായാലും ഈ കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ചോദ്യം ചെയ്യലിലാണ് എന്തായാലും ഈ അഷ്കർ എന്ന പ്രതി കുറ്റം സമ്മതിക്കുന്നത്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കുഞ്ഞ് ബാധിതയാകുമെന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നതെന്ന് പറയുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായപ്പോൾ തന്നെ അമ്മ കുറ്റം സമ്മതിച്ചിരുന്നു. തൻ്റെ സാന്നിധ്യത്തിൽ അഷ്കർ കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും കാലം നടന്നത് ആർക്കും തടുക്കാനാകാത്ത ആ 1.5 വയസ്സുകാരൻ ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത നരകയാതനയാണ്. അതിനേറ്റവും ഒടുവിലാണിപ്പോൾ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. നീതി അത് ഉറപ്പായും ആ കുഞ്ഞിന് ലഭിക്കണം എന്ന ആവശ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.